السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ വിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഓരോന്ന് കടന്നു പോവുകയാണ്. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തെ 10 ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10. ഈ 3 ഘട്ടങ്ങളായി അല്ലാഹു നമുക്ക് തന്നത് നമ്മുടെ ഖൽബ് നന്നായി പടച്ച റബ്ബിലേക്ക് എടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഖൽബിനോട് നമ്മൾ ചോദിക്കണം, ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നാം എന്ത് പടച്ച റബ്ബിനോട് ചെയ്തു എന്ന്. നമുക്കെപ്പോഴും വേണ്ടത് വിശ്വാസമാണ്. അല്ലാഹ് എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ കടന്നുകൂടിയാൽ നമ്മൾ ചെയ്യുന്ന ഇസ്തിഗ്ഫാർ, നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ, നാം ചെയ്യുന്ന തറാവീഹ് നിസ്കാരങ്ങൾ അടക്കം ഒരു ലദ്ദത്ത്, ഒരു അനുഭൂതി, ഒരു രസം നമ്മുടെ ഖൽബിൽ കടന്നുകൂടും. ഒരാൾ പതിവായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഖൽബിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരും. അതവന്റെ ശരീരവും അവന്റെ രക്തവും അവന്റെ മനസ്സും അതിനോടങ്ങ് ലയിച്ചു പോകും. അതിനെന്ത് വേണം? ഖൽബിൽ ഈമാൻ ഉണ്ടാവണം. ഖൽബിൽ ഈമാൻ ഉണ്ടാകുമ്പോ, ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ, ഒരു പത്തിരി പരത്തുമ്പോ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോ, ഒരു ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് പോലും അവൻ ചെല്ലാനുള്ളത് മറന്നു പോകില്ല. അവൻ ബിസ്മി ചൊല്ലി തുടങ്ങും. ഇങ്ങനെയുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ അറിയാതെ അങ്ങനെ കടന്നു വരും. അതിനൊരു യഖീൻ, ഉറപ്പ് നമുക്കുണ്ടാവണം. ഇത് നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, ഒരുപാട് മതപ്രഭാഷണ വേദികളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര പറഞ്ഞിട്ടും അല്ലാഹു നമ്മളത് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സോഷ്യൽ മീഡിയകൾ വളർന്നുപോയി, ടെക്നോളജികൾ വളർന്നുപോയി. നമ്മളെ മക്കൾ മതം വിട്ട് ഭൗതികത്തിന്റെ പിന്നാലെ ഓടുമ്പോ തലയിൽ തട്ടമില്ലാത്ത മുസ്ലിം നാമധാരികൾ സോഷ്യൽ മീഡിയകളിലൂടെ വിശുദ്ധ ഖുർആൻ ഓതി അർത്ഥം വെച്ച് പരിശുദ്ധമായിട്ടുള്ള പവിത്രമായ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആശയ ആദർശങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ, സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പുച്ഛിച്ച് തള്ളുമ്പോ അതും ശരിയാണ് ഇതും ശരിയാണ് എന്നുള്ള നിലപാടുണ്ടായതുകൊണ്ടാണ്. നമ്മളുടെ ഖൽബ് ഉറക്കണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും തകരാത്തൊരു ഈമാൻ, ഒരു അണുമണി തൂക്കം കോട്ടം പറ്റാത്ത ഖൽബിയായ ഒരു ഉറപ്പുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ പറയുന്ന വാക്കുണ്ട് അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. അതായിരുന്നു പഴയകാല കാരണന്മാർക്കുണ്ടായിരുന്നത്. പാടത്തും പറമ്പത്തും പണിയെടുത്ത് കയ്യിൽ തേമ്പുണ്ടായിട്ട് നട്ടപ്പാതിരാ സമയത്ത് ചൂട്ട് കത്തിച്ചിട്ട് വഴലിന് പോയി ആ വഴല് കേൾക്കുമ്പോ ആ പാവപ്പെട്ടവൻ കയ്യുയർത്തും, ഞാൻ തരാം പള്ളിക്ക് സ്ഥലം, അതുപോലെ ഞാൻ തരാം മദ്രസയ്ക്കുള്ള ശമ്പളം. ഇങ്ങനെ പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ പണം ഉണ്ടായിട്ടില്ല, അവന്റെ ഖൽബിൽ ഈമാൻ ഉണ്ടായതുകൊണ്ടാണ്. ആ ഈമാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയതും ആ ഈമാനാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആ ഈമാനാണ്. ആ ഈമാനാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഞാനൊരൊറ്റ കഥ പറയാം എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഈ കഥ മറന്നു പോവല്ല. ഈ കഥ നമ്മൾ മായിച്ചാലും മായാത്ത ഓർമ്മയിലായി ഈ കഥ വരട്ടെ. ബനൂ ഇസ്രായേലിലുള്ള ഒരു ധിക്കാരിയായ ഭരണാധികാരി തന്റെ ഭരണനാട്ടിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അതാ ഒരു ചന്തയിൽ ആളുകളെ വിളിക്കുന്നു. രാജാവ് ചന്തയിലേക്ക് അങ്ങ് കടക്കുകയാണ്. രാജാവ് ചന്തയിലേക്ക് അങ്ങ് കടക്കുമ്പോൾ അതാ സുന്ദരിയായ 22 പ്രായവയസ്സുള്ള
22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരത്തി, കാണാൻ സൗന്ദര്യമുള്ളവളാണ്. എല്ലാവരും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കാണാൻ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരത്തിയാണ്. എല്ലാവരും വില പറയുന്നു, രാജാവും വില പറയുന്നു. പക്ഷേ വിൽപ്പനക്കാരൻ പറയുന്നു, ഇവളെപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി അസ്സാദിഖുൽ അമീൻ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി അസ്സാദിഖുൽ അമീൻ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു പടിയുണ്ട്. ഇത് മാത്രമാണ് അവളുടെ ഹൈബുള്ളത്, അവളുടെ കുറവുള്ളത്, അവളുടെ നുഖ്സാനിയത്തുള്ളത്. രാജാവ് പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അതാ 20 ദീനാറ് കൊടുത്തിട്ട് ആ അടിമയെ വാങ്ങുന്നു. രാജാവ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിൽ ഒരു റൂം കൊടുക്കുകയാണ്. ആ റൂമിലങ്ങനെ പെണ്ണിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണ് വിക്രുകളിലായി, സ്വലാത്തുകളിലായി, സലാമുകളിലായി നിസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. രാജാവാണെങ്കിലോ, ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിക്കണേ, ഒരു സമയത്തതാ രാജാവ് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് 100 ദീനാർ സഞ്ചിയിലാക്കി സീലടിച്ചിട്ട് പെണ്ണിന്റെ കയ്യിലങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പെണ്ണിനോട് പറയുന്നു, പെണ്ണേ, ഞാൻ എപ്പോഴാണ് ഇത് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് തിരിച്ചു തരണം. പെണ്ണത് കൊണ്ടുപോയിട്ട് തന്റെ തലയിണയുടെ അടിയിൽ വെക്കുന്നു. എന്നിട്ട് പടച്ച റബ്ബിനോട് ആ പെണ്ണ് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഇത് രാജാവിന്റെ സ്വത്താണ്, ഇതിൽ 100 ദീനാറാണുള്ളത്, ഇത് സീലടിച്ച സഞ്ചിയാണ്, ഇത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ കള്ളനാണ്, ഞാനൊരു കള്ളത്തിയായി മാറും. അതുകൊണ്ട് പടച്ചവനെ, നിസ്കാരത്തിലേക്ക് ഞാൻ നിൽക്കുമ്പോൾ, നല്ല ദിക്റിലേക്ക് ഖുർആൻ ഓതാൻ ഞാനിരിക്കുമ്പോൾ എന്റെ ശ്രദ്ധ മുഴുവനും അതിലങ്ങ് ലയിച്ചു പോകും. എന്റെ റൂമിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയാൽ എനിക്ക് പ്രയാസമാണ്. ആ പെണ്ണ് പടച്ച റബ്ബിലേക്ക് അങ്ങ് തവക്കുലാക്കുന്നു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിലേക്ക് ആ പെണ്ണങ്ങ് തവക്കുലാക്കി, അല്ലാഹുവിലേക്ക് ആ പെണ്ണങ്ങ് സമർപ്പിച്ചു. അല്ലാഹു അതങ്ങ് സംരക്ഷിക്കും. എന്ത് കാര്യം അല്ലാഹുവിലേക്ക് അങ്ങ് തവക്കുലാക്കിയാൽ എല്ലാം അല്ലാഹു ഏറ്റെടുക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, മന്ത്രിമാര് 4 ആളുകളെ വിളിക്കുന്നു രാജാവ്. എന്നിട്ട് ആ മന്ത്രിമാരോട് പറയുന്നു, മന്ത്രിമാരെ, ഇന്നാലിന്റെ റൂമിലങ്ങ് കടക്കണം, അവിടെ 100 ദീനാറുള്ള വലിയ സഞ്ചി കിട്ടും, ആ സഞ്ചി കടലിൽ കൊണ്ടുപോയി വലിച്ചെറിയണം. രാജാവ് പറഞ്ഞതുപോലെ ആ പെണ്ണിന്റെ റൂമിലേക്ക് കയറി. ആ റൂമിൽ നിന്ന് സഞ്ചി എടുത്തു. പെണ്ണങ്ങ് നിസ്കരിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇബാദത്തിലാണ്. ആ സഞ്ചി കൊണ്ടുപോയി കടലങ്ങ് വലിച്ചെറിയുന്നു. ആ മീനാ പണസഞ്ചി അങ്ങ് ഭക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകളുടെ സഹായത്തായി അല്ലാഹുവിലേക്ക് തവക്കുലാക്കിയതാണ്. അത് അല്ലാഹു ഏറ്റെടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. രാവിലെ മീൻപിടുത്തക്കാർ വരുന്ന വലയെറിയുന്നു. വലിയ മീൻ കിട്ടുകയാണ്. രാജാവോ, ഇന്ന് വലിയ സൽക്കാരം നടത്തണം വീട്ടിൽ.
ആളുകൾ ഇങ്ങനെ വിളിക്കണം, ആളുകൾ ഇങ്ങനെ ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ ആ പെണ്ണിനോട് കൊണ്ടുവരാൻ പറയണം. തന്നെ ഏൽപ്പിച്ച 100 ദിനാറിന്റെ സഞ്ചി കൊണ്ടുവരാൻ പറയണം. 100 ദിനാറിന്റെ സഞ്ചി ആ പെണ്ണ് കൊണ്ടുവരാൻ കഴിയാതെ വരുമ്പോൾ ഈ രാജകൊട്ടാരത്തിലുള്ള മന്ത്രിമാര് മുഴുവനും ഈ നാട്ടുകാർ മുഴുവനും അവരെ കള്ളനെന്ന് കള്ളത്തി എന്ന് വിളിക്കും. ഇത് കേൾക്കാനായിരുന്നു രാജാവിന്റെ ആഗ്രഹം. സുബ്ഹാനല്ലാഹ്, മീൻപിടുത്തക്കാർക്ക് നല്ല മീൻ കിട്ടുകയാണ്. അതിൽ വലിയൊരു മീനാണ്. രാജാവ് ചന്തയിലേക്ക് പോയതാണ് മീൻ വാങ്ങാൻ വേണ്ടി. ആ സമയത്തതാ ഒരു മീനിനെ കൊണ്ടുവന്നിരിക്കുന്നു. വല്ലാത്ത സുഗന്ധമുള്ള മീനാണ്. ആ മീന് രാജാവങ്ങ് വാങ്ങുകയാണ്. രാജാവങ്ങ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഈ പെണ്ണിനങ്ങ് കൊടുക്കുകയാണ്. ഈ മീന് നന്നാക്കി പൊരിച്ച് കറി വെച്ച് തന്റെ മുമ്പിൽ കൊണ്ടുപോയി തരണം. ഇന്നിവിടെ വലിയ സദ്യ നടക്കാൻ പോവുകയാണ്. ആ മീൻ ആ പെണ്ണ് കൊണ്ടുപോയി. ആ പെണ്ണ് മീനിനങ്ങ് മുറിച്ചു. മുറിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ മീനിന്റെ വയറ്റിൽ നിന്ന് 100 ദിനാറടങ്ങിയ സീല് വെച്ച രാജാവിനെ ഏൽപ്പിച്ച സഞ്ചി ഇട്ടിരിക്കുന്നു. ആ പെണ്ണത് കഴുകി വൃത്തിയാക്കിയിട്ട് തന്റെ റൂമിലങ്ങ് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്തു, മീനെല്ലാം പാകം ചെയ്തു. രാജാവ് ആളുകളെങ്ങനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആളുകൾ ഭക്ഷണ തളികയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തതാ രാജാവ് വിളിക്കുന്നു പെണ്ണിനെ. രാജാവ് ആ പെണ്ണിനെ വിളിക്കുകയാണ്. ആ പെണ്ണിങ്ങനെ കടന്നു വരുന്നു. ആ പെണ്ണിനെ എല്ലാവരും നോക്കുകയാണ്. സുന്ദരിയായൊരു പെണ്ണ്. രാജാവ് പറയുന്നു, ഈ പെണ്ണ് കള്ളത്തിയാണ്. പെണ്ണെ, എവിടെ 100 ദിനാറുള്ള സഞ്ചി എവിടെ? പെണ്ണ് നേരെ പോവുകയാണ് റൂമിലേക്ക്. 100 ദിനാറുള്ള സഞ്ചി കൊണ്ടുപോയി രാജാവിന്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, രാജാവ് അത്ഭുതപ്പെട്ടു പോയി. ഇതെന്ത്, ഞാൻ 4 മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് കടലിൽ വലിച്ചെറിയാൻ പറഞ്ഞ സഞ്ചി എവിടെ ഇങ്ങനെ എത്തിയത്? അത്ഭുതപ്പെട്ടു പോയി. രാജാവ് ആ ചാട്ടവരെടുത്തിട്ട് മന്ത്രിമാരടിക്കാൻ തുടങ്ങി. അവരട്ടഹാസിച്ച് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു, രാജാവേ, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ പാവങ്ങളാണ്, അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ മുറ പോലെ ചെയ്തിട്ടുണ്ട്. അവസാനം ആ പെണ്ണിനെ വിളിക്കുകയാണ്. ആ പെണ്ണിനോട് കാര്യം ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നു, രാജാവേ, നിങ്ങൾ കൊണ്ടുവന്ന മീനിന്റെ ഉള്ളിൽ ആ പൊതിയുണ്ടായിരുന്നു. രാജാവ് കരുതി, പടച്ചോനെ, ഈ പെണ്ണ് വിചാരിച്ചതുപോലെയല്ല, ഈ പെണ്ണിനൊന്ന് പരീക്ഷിക്കണമോ, ഈ പെണ്ണിനൊന്ന് സൂക്ഷിക്കണം. അവസാനം വലിയ പാത്രം കൊണ്ടുവന്നിട്ട്, എന്റെ ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിക്കണേ, വലിയ പാത്രം കൊണ്ടുവന്നിട്ട് ആ പാത്രം അങ്ങ് ചൂടാക്കുകയാണ്. ആ പാത്രം ചൂടാക്കി എണ്ണ തിളപ്പിക്കുകയാണ്. എണ്ണ ഇങ്ങനെ തിളപ്പിക്കുന്നു. ആ പാത്രം നിറഞ്ഞിങ്ങനെ കവിഞ്ഞ് എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണിനെ അതിലേക്കങ്ങ് വലിച്ചെറിയുന്നു. ആ പെണ്ണിനെ അതിലേക്കങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അതിന്റെ വായങ്ങ് മൂടുകയാണ്. ആ പാത്രത്തിന്റെ വായങ്ങ് മൂടുകയാണ്. അമ്മമാരെ, രക്ഷിതാക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. എണ്ണങ്ങനെ തിളക്കുകയാണ്. വലിയ പാത്രമാണ്, ചൂടാണ്. അതിന്റെ മുമ്പിൽ മുഴുവനും ചൂടാണ്. അടുക്കാൻ പോലും കഴിയാത്ത ചൂട്. നമ്മൾ ഭക്ഷണം വീട്ടിൽ പാകം ചെയ്യുമ്പോൾ ഒരു ചെറിയ എണ്ണയുടെ തുള്ളി നമ്മളെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ ആ കയ്യിലൊന്നാകുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമാണ്. ആ
ആ സമയത്തതാ ചുട്ടുകൊള്ളുന്ന വല്ലാത്ത ചൂടുള്ള എണ്ണങ്ങനെ തിളച്ചിങ്ങനെ മറയുമ്പോൾ ആ പെണ്ണിനെ അതിലേക്ക് അങ്ങിട്ടതിന്റെ വായങ്ങ് മൂടുകയാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോ രാജാവ് ഇങ്ങനെ കടന്നു വന്നിട്ട് കൽപ്പിക്കുകയാണ് അതിന്റെ പാത്രം ഒന്ന് പൊന്തിക്കാൻ. ആ മൂടൊന്ന് അത് മൂടി ഒന്ന് പൊന്തിക്കാൻ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു പച്ച കുബ്ബയുടെ ചുവട്ടിലിരുന്നിട്ട് ഈ പെണ്ണിങ്ങനെ ചൊല്ലുന്ന ദിക്റുകളല്ല ആ ദിക്റിന്റെ ഉമ്മ പതിവാക്കണേ. ഏത് പ്രതിസന്ധികൾ വന്നാലും തളരാതെ ഖൽബിൽ ഈമാൻ ഉണ്ടാവണോ. ഈ ദിക്റൊന്ന് പതിവാക്കിയാൽ അല്ലാഹു നമ്മളെ തളർത്തില്ല, പ്രയാസം ഉണ്ടാകില്ല, ഈമാൻ വർദ്ധിച്ചു പോകും. ഈ ദിക്റിന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ ചൊല്ലിക്കോ, ഉപ്പ നമ്മൾ ചൊല്ലിക്കോ, ചെറുപ്പക്കാരാ നമ്മൾ ചൊല്ലിക്കോ. ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ തളച്ചി മറങ്ങി ഒലിച്ചു പോകുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് 1 മണിക്കൂർ അതിന്റെ വായങ്ങ് മൂടിയിട്ട് തളച്ചു ചിന്തുന്ന എണ്ണയിൽ കരിഞ്ഞി ചാമ്പലാകാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിൽ ഒരു തുരുമ്പ് പോലും കോട്ടം പറ്റാതെ ഒരു പെണ്ണ് അല്ലാഹു സംരക്ഷിക്കുന്നു. ആ പെണ്ണ് ചൊല്ലി തീർത്ത ദിക്ർ ഏതാണെന്നറിയുമോ? ഈ ദിക്ർ ചൊല്ലിയാൽ പ്രയാസങ്ങൾ വരില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവിന്റെ കാവലുണ്ടാകും, പടച്ച റബ്ബിന്റെ കാവലുണ്ടാകും. ഈ ദിക്ർ പതിവാക്കിയാൽ ഈമാൻ ഉറക്കും. അല്ലാഹു നമ്മളെ കാക്കുന്നതാണ്. ഈ ദിക്ർ ഒരാൾ ചൊല്ലിപ്പോയാൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും, ഏത് സങ്കടങ്ങൾ വരുമ്പോഴും, ഏത് ദുഃഖങ്ങൾ വരുമ്പോഴും, ഏത് ടെൻഷനുകൾ വരുമ്പോഴും, ഏത് കാര്യങ്ങൾ വരുമ്പോഴും മനസ്സിനൊരു ഈമാൻ കൈവിടാതെ ഖൽബിൽ പടച്ച റബ്ബിന്റെ കാവലുണ്ടാവാം. ഈ ദിക്റിന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് പതിവാക്കണേ. ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ടോ? കച്ചവടമില്ലാതെ വിഷമിക്കുന്നുണ്ടോ? ഗൾഫിൽ പോകാതെ വിഷമിക്കുന്നുണ്ടോ? ഏത് രോഗങ്ങളുണ്ടോ അത് മനസ്സിൽ ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ എല്ലാ പ്രയാസങ്ങളും തീരുന്നതാണ്. ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിക്കണേ, ഉപ്പമാരെ ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാവർക്കും ഉള്ളത് ടെൻഷനുകളാണ്. ടെൻഷനുകൾ കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത്. ചെറിയ രോഗമാകും, ടെൻഷനായിട്ടാണ് ആ രോഗം കൂടുന്നത്. ഒരുപാട് മരുന്ന് കഴിക്കുന്നവരില്ലേ? ഈ ദിക്ർ ചൊല്ലിയിട്ട് വെള്ളത്തിലൊന്ന് മന്ത്രിച്ചൊന്ന് കഴിച്ചാൽ അവന്റെ ടെൻഷനുകൾ അങ്ങ് മാറും, രോഗങ്ങൾ അങ്ങ് മാറും. ഇത് ഞാനല്ല പഠിപ്പിക്കുന്നത്, ആരംഭപ്പൂവായ മുത്തുളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ആ ദിക്റാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലേണ്ടത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ ഒന്ന് എഴുതി വെക്കണേ. ഇത് ഹദ്ദാദിലുള്ള ദിക്റാണ്. ഈ ദിക്ർ നമ്മൾ അങ്ങ് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ആ പെണ്ണിങ്ങനെ ചൊല്ലുകയാണ്. ആ പെണ്ണിന് ചെറിയൊരു കോർമ പോലും പറ്റിയില്ല, ചെറിയൊരു കോറൽ പോലും പറ്റിയില്ല. രാജാവ് നിന്ന നിൽപ്പിൽ നിന്ന് പറഞ്ഞുപോയി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് രാജാവങ്ങ് പറഞ്ഞുപോയി. കൂട്ടത്തിൽ മന്ത്രിമാരും പറഞ്ഞുപോയി. ആ രാജകൊട്ടാരത്തിൽ കൂടിയ മുഴുവൻ ആളുകളും അതങ്ങ് പറഞ്ഞുപോയി. ആ പെണ്ണിന്റെ ഈമാനാണ്, ആ പെണ്ണിന്റെ ഇഖ്ലാസാണ്. അല്ലാഹുവേ, കൈവിടാതെ തഖ്വയുള്ളവരായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത്രയും പറഞ്ഞ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്.
ഇസ്തിഗ്ഫാർ എല്ലാവരും ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا ودود يا ودود يا ودود. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. لا حول ولا قوة إلا بالله العلي العظيم. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളുടെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. ഈമാനുള്ള ഖൽബാക്കണം അല്ലാഹ്. ഇഖ്ലാസുള്ള ഖൽബാക്കണം അല്ലാഹ്. തഖ്വയുള്ള ഖൽബാക്കണം അല്ലാഹ്. പടച്ചവനെ സകനാത്ത് ഹർകാത്ത് അഫ്ആലുകളിൽ നിന്റെ കാവലേകണം അല്ലാഹ്. ബദരീങ്ങളെ കാവലേകണം അല്ലാഹ്. പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. വഷളാക്കല്ലേ അല്ലാഹ്. ഇസ്സത്ത് നൽകണം അല്ലാഹ്. റാഹത്ത് നൽകണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം നിശ്ചലമാകുമ്പോൾ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തിക്കെടുത്തും താടി തലയിലേക്ക് അങ്ങ് വലിച്ചു കെട്ടും അല്ലാഹ്. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ്. ഞങ്ങളെ കാര്യങ്ങളിൽ നിന്റെ സഹായം നൽകണം അല്ലാഹ്. നിന്റെ കാവലേകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് നിസ്കാരങ്ങള് അമലുകള് ദിക്റുകള് സ്വലാത്തുകള് തസ്ബീഹുകള് എല്ലാം ഞങ്ങളെ അക്കൗണ്ടിൽ നൽകണം അല്ലാഹ്. ഗീബത്തും നമീമത്തുമുള്ള നാവാക്കല്ലേ അല്ലാഹ്. സാഹിരീങ്ങളെ സിഹ്റിൽ നിന്ന് കാക്കണം അല്ലാഹ്. കണ്ണേറുകളിൽ നിന്ന് കാക്കണം അല്ലാഹ്. ചതിയന്മാരെ ചതിയിൽ നിന്ന് കാക്കണം അല്ലാഹ്. ളാലിമീങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണം അല്ലാഹ്. ഫത്താനികളെ ഫിത്നകളിൽ നിന്ന് കാക്കണം അല്ലാഹ്. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ കടക്കുന്ന ഈ രാത്രിയിൽ അല്ലാഹ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു,
ഇബാദത്തുകൾ ചെയ്യുന്നു, തറാവീഹ് നിസ്കരിക്കുന്നു, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. റബ്ബേ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ ഖൈബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാ പ്രയാസങ്ങളും തീർക്കണം അല്ലാഹ്. മനസ്സമാധാനം നൽകണം അല്ലാഹ്. മനസ്സമാധാനം നൽകണം അല്ലാഹ്. മാരകമായ രോഗം തരല്ലേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, ലക്ഷക്കണക്കിന് പണം കൊടുത്തിട്ടും രക്ഷപ്പെടാതെ കിടന്ന് പടയുന്ന വെന്റിലേറ്ററിലും ഐസിയിലുമാകുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ സ്ട്രോക്ക് നൽകല്ലേ അല്ലാഹ്. ബ്ലോക്ക് നൽകല്ലേ അല്ലാഹ്. പാറാവ്യാധി രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. മഞ്ഞപ്പിത്തം തരല്ലേ അല്ലാഹ്. അപസ്മാരം തരല്ലേ അല്ലാഹ്. പടച്ചവനെ മാറാത്ത ചൊറി നൽകല്ലേ അല്ലാഹ്. ക്രിയാറ്റിന്റെ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്. ഡയാലിസിസ് രോഗികളാക്കല്ലേ അല്ലാഹ്. കയ്യിൽ കുത്തിയിട്ട് അവസാനം തൊണ്ടയിൽ കുത്തി ഓൾസർക്കി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ, ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ ഈ പറയുന്ന ഒരാൾക്കും നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ തോതിപ്പടിക്കുന്ന മക്കളെ പ്രഗത്ഭരാക്കണം അല്ലാഹ്. അവരുടെ മാതാപിതാക്കളുണ്ട് റബ്ബേ നീ ആഫിയത്തും ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളെ ജോലിയിൽ ബർക്കത്ത് നൽകണം അല്ലാഹ്. ഉയരങ്ങളിൽ കയറി ജോലി ജീവിതം ആയിഷത്ത് തേടുന്നവരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാഹ്. കടക്കാരുണ്ട് റബ്ബേ, കടം തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണം അല്ലാഹ്. കടമുള്ളവരുണ്ട് റബ്ബേ അല്ലാഹ്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, വീടില്ല ഉസ്താദേ, കുറ്റിയടിച്ചിട്ടുണ്ട്, കല്ലിട്ടിട്ടുണ്ട്, കട്ടില വെച്ചിട്ടുണ്ട്, കീശയും മേശയും കാലിയ. നിന്റെ ഖജനാവ് വിശാലമാ കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. പ്രവാസികളുണ്ട് റബ്ബേ, ജോലിയിൽ ബർക്കത്ത് നൽകണം അല്ലാഹ്. ബിസിനസ്സുകാരുണ്ട്, ഖൈർ നൽകണം അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ട്, ഇവിടെ വരുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്, ഞങ്ങളെ ദർസിനെ സഹായിക്കുന്നവരുണ്ട്. റബ്ബേ നീ സഹായിക്കണം അല്ലാഹ്. അസ്വദഖത്തു റദ്ദുൽ ബലായിൽ പെടുത്തണം അല്ലാഹ്. പടച്ചവനെ കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, ലായികായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് കുടുംബത്തിൽ ഐക്യവും മനസ്സമാധാനവും മനപ്പൊരുത്തം നൽകണം അല്ലാഹ്. പടച്ചവനെ ലഹരിന്റെ അടിയങ്ങളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. കണ്ണടക്കുന്നതിന്റെ മുമ്പ് കഅബ കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പാപം പതിഞ്ഞ പാദം മത്താഫിൽ നിർത്തി കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണറയെ കഅബ കണ്ട് ദുഃഖദോഷമാണ്ട ഭാരക്കെട്ടുകൾ കഅബാലയത്തിന്റെ തിരുമുറ്റത്തിറക്കി വെച്ച് ഉമ്മവറ്റ കൽബോല മദീനയും കണ്ട് മടങ്ങാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഉപ്പ മരണപ്പെട്ടവരുണ്ട്, ഉമ്മ മരണപ്പെട്ടവരുണ്ട്, സഹോദരി സഹോദരന്മാര്, മക്കള്, അയൽവാസികൾ, ബന്ധുക്കള്, നാട്ടുകാര്, സഹപാഠികള് പലവരും മൗത്തായി പച്ച മണ്ണിലാ. റബ്ബേ നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. അവരെ ഖബറിനെ വിശാലമാക്കണം അല്ലാഹ്. ആഖിറം സന്തോഷം നൽകണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ കൊണ്ടുപോയി വെക്കാനുള്ളത് മണ്ണാണ്, മണ്ണറയാണ് അല്ലാഹ്. മണ്ണറ മണിയറയാക്കണം അല്ലാഹ്. ആഖിറം സന്തോഷം നൽകണം അല്ലാഹ്. കത്തിക്കരിഞ്ഞ് ഭീകരമായി ഗർജിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിന്റെ വെറുകളാക്കി മാറ്റല്ലേ അല്ലാഹ്. സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. സ്വർഗ്ഗം നൽകണം അല്ലാഹ്. ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.